ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ആർട്ട് ക്ലാസ്. ഇന്ന് ഡൂഡിൽ മെറ്റീരിയൽസ് പരിചയപ്പെടാം. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഡൂഡിൽ ചെയ്യാൻ ഒരുപാട് ഫാൻസി മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. ഒരു സിമ്പിൾ പെൻ ഓർ പെൻസിൽ ഉണ്ടെങ്കിൽ തന്നെ ഡൂഡ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്ലോലി നമുക്ക് ഡ്രോയിങ് പെന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബേസിക് പാറ്റേൺ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്യാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് വരച്ച് നോക്കുമ്പോൾ ഇങ്ക് നല്ല സ്മൂത്ത് ഫ്ലോ ആയിരിക്കണം. കുറച്ചുകൂടി അഡ്വാൻസ് ഡൂഡ്ലിംഗ് ചെയ്യാൻ ഡ്രോയിങ് പെൻ ഓർ ടെക്നിക്കൽ പെൻ യൂസ് ചെയ്യാം. പല ബ്രാൻഡ്സും ആമസോണിലും മറ്റും അവൈലബിൾ ആണ്. നല്ല റിവ്യൂസ് നോക്കി വാങ്ങുക. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രസ്ട്രോ എന്ന ബ്രാൻഡാണ്. 4 or 5 നമ്പേഴ്സ് പെൻസ് ഉള്ള ഒരു സെറ്റാണെങ്കിലും മതി. എൻ്റെ കയ്യിൽ ഉള്ളത് 9 നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇത് വരച്ച് കാണിക്കാം. 0.05 സൈസുള്ള പെന്നാണിത്. വെരി ഫൈൻ ലൈൻസ് ആൻഡ് ഷെയ്ഡിങ്സിന് യൂസ് ചെയ്യാം. അടുത്തത് 0.8 സൈസ് പെന്നാണ്. തിക്ക് ലൈൻസ് ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സിന് യൂസ് ചെയ്യാം. 0.1, 0.2 ഒക്കെയാണ് മെയിൻ ഔട്ട്ലൈൻ ഓഫ് ദ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് ബ്രഷാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഫുൾ ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഗ്ലിറ്റർ ജെൽ പെൻസ് ആണ്. നോർമൽ ജെൽ പെൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് കളർഫുൾ ഡൂഡിൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും. ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു സെറ്റാണ്. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ജേർണൽസിനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ നോർമൽ സ്കെച്ച് പെന്നാണ്. സ്കെച്ച് പെൻ വാങ്ങുമ്പോൾ കുറച്ച് സ്മഡ്ജ് ചെയ്യാത്ത ടൈപ്പ് സ്കെച്ച് പെൻ വാങ്ങണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫാബർ കാസ്റ്റലിൻ്റെ 54F എന്നുള്ള സെറ്റ് ഓഫ് സ്കെച്ച് പെൻസ് ആണ്. ഇത് അത്ര സ്മഡ്ജ് ചെയ്യത്തില്ല. നല്ല പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഡൂഡിൽ വരയ്ക്കാനും പറ്റും. ഇത് ഇറേസർ പെൻസിലാണ്. നമുക്ക് ഡൂഡിലിന് നോർമൽ ഇറേസറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. നമുക്ക് പല ടൈപ്പ് ഓഫ് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആകും. പിന്നെ നമുക്കൊരു നോർമൽ പെൻസിൽ വേണം. ലൈറ്റർ പെൻസിൽ മതി. നമുക്ക് ഒരു തവണ സ്കെച്ച് ഇട്ടിട്ട് നമുക്കത് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫുൾ ഇറേസ് ചെയ്ത് കളയാം. ഇത് വൈറ്റിംഗ് ജെൽ പെന്നാണ്. ഡാർക്കർ ഷെയ്ഡ്സിൽ ഹൈലൈറ്റ് ചെയ്യാനും ഡിസൈൻസ് മാർക്ക് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഡൂഡിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫൈനലി നമുക്ക് ഡ്രോയിങ് ബുക്ക് ഓർ ഡ്രോയിങ് പേപ്പർ ഓർ ക്യാൻവാസ് ഏത് മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാം.